കേരള നിയമസഭ ഇന്ത്യക്ക് മാതൃകയാണ്. കേരള നിയമസഭ രൂപീകരിച്ച് 66 വർഷം പിന്നിടുകയാണ്. എപ്രകാരമാണോ ഇന്ത്യക്ക് മോഡലായി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും മാറിയത്, അതുപോലെ തന്നെ ലോകത്തിനും ഇന്ത്യക്കും മാതൃകയാണ് കേരള നിയമസഭാ സമ്മേളനങ്ങൾ ചേരുന്ന കാര്യത്തിൽ. അതുപോലെ നിയമസഭാ സമിതികൾ രൂപീകരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും നേതൃത്വം കൊടുത്തത് കേരള നിയമസഭ തന്നെയാണ്. കേരളത്തിലെ നിയമസഭാ സമിതികൾ ഇന്ത്യക്ക് മാതൃകയാണ്. കേരളത്തിലെ നിയമസഭാ സമിതിയുടെ പ്രവർത്തനവും നിയമസഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം പൊതുസമൂഹത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നിയമസഭ എന്ന ലഘുചിത്രം കേരള നിയമസഭയുടെ സഭാ TV തയ്യാറാക്കുന്നത്. ആ ലഘുചിത്രം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിർമ്മിക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മുടെ നിയമസഭ എന്ന ലഘുചിത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ നിയമനിർമ്മാണ സഭകളുടെ ചരിത്രം 1888 ആരംഭിക്കുന്നു. 1888 മാർച്ച് 30 തിരുവിതാംകൂർ മഹാരാജാവ് പുറപ്പെടുവിച്ച ഒരു റെഗുലേഷന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നു. അന്ന് ഹജൂർ കച്ചേരി എന്നറിയപ്പെട്ടിരുന്ന സെക്രട്ടേറിയറ്റിലെ ദിവാന്റെ ഓഫീസിൽ വെച്ച് 1888 ആഗസ്റ്റ് 23 ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആദ്യ യോഗം ചേർന്നത്. ഭരണ നിർവഹണത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭങ്ങളുടെ മുന്നോടിയായി 1891 10,000-ലധികം പൗരപ്രമുഖർ ഒപ്പിട്ട് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചു. തുടർന്ന് 1904 ശ്രീമൂലം പ്രജാസഭ രൂപീകൃതമായി. 1919 പരിഷ്കാരത്തിലൂടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ അംഗസംഖ്യ 25 ആക്കിയപ്പോൾ അതിലുള്ള 8 അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാകണമെന്ന് വ്യവസ്ഥ ചെയ്തു. അങ്ങനെ ജനപ്രാതിനിധ്യം എന്ന മഹനീയ സങ്കല്പം ആദ്യമായി പ്രാബല്യത്തിൽ വന്നു. ഇതേ തുടർന്നാണ് ചോദ്യോത്തരത്തിനും ബഡ്ജറ്റ് ചർച്ചയ്ക്കുമുള്ള അവസരം കൈവന്നത്. 1930 ജനുവരി 12 ഭേദഗതിയോടെ കൗൺസിലിൽ പ്രസംഗ സ്വാതന്ത്ര്യം ഉറപ്പാക്കി. 5 രൂപ കരം അടയ്ക്കുന്നവർക്കും സർവകലാശാലാ ബിരുദമുള്ളവർക്കും വോട്ടവകാശം നൽകുകയും ചെയ്തു. 1933 ജനുവരി 1 ശ്രീമൂലം അസംബ്ലി അധോമണ്ഡലമായും ശ്രീചിത്ര സ്റ്റേറ്റ് കൗൺസിൽ ഉപരിമണ്ഡലമായും ഒരു ദ്വിമണ്ഡല സഭ നിലവിൽ വന്നു. 1947 സെപ്റ്റംബർ 4 വരെ ആ സംവിധാനം തുടർന്നു. ഉത്തരവാദ ഭരണ പ്രഖ്യാപനത്തെ തുടർന്ന് 1948 ഫെബ്രുവരിയിൽ ഇന്ത്യയിലാദ്യമായി പ്രായപൂർത്തി വോട്ടവകാശം മുഖേന തിരുവിതാംകൂറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലൂടെ 120 അംഗ തിരുവിതാംകൂർ പ്രതിനിധിസഭ രൂപീകൃതമായി. AJ ജോൺ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചി സംസ്ഥാനത്ത് 1925 ഏപ്രിൽ മാസത്തിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നു. 45 അംഗങ്ങളിൽ 30 പേർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. 1938 ദ്വിഭരണ സമ്പ്രദായം നിലവിൽ വന്നു. കൗൺസിൽ അംഗമായിരുന്ന ശ്രീ അമ്പാട്ട് ശിവരാമമേനോൻ ആദ്യ ജനകീയ മന്ത്രിയായി നിയമിക്കപ്പെട്ടു. 1947 ഓഗസ്റ്റ് 14 ഉത്തരവാദ ഭരണ പ്രഖ്യാപനമുണ്ടാവുകയും 1948 പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വരികയും ചെയ്തു. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാന സംയോജനം നടന്നു. പറവൂർ TK നാരായണപിള്ള തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിയായി. തിരുവിതാംകൂർ മഹാരാജാവാണ് രാജപ്രമുഖൻ എന്ന പദവി വഹിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്ന മദ്രാസ് പ്രസിഡൻസിയിലെ ഒരു ജില്ലയായിരുന്നു മലബാർ. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് അഥവാ മിൻഡോ മോർലി പരിഷ്കാരം അനുസരിച്ച് മദ്രാസ് ഗവർണറുടെ കൗൺസിലിൽ 42 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 19 മുതൽ 21 പേർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. 1919 മുണ്ടേഗു ചേംസ്ഫോർഡ് പരിഷ്കാരം അനുസരിച്ച് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 34 പേരും തിരഞ്ഞെടുക്കപ്പെട്ട 98 പേരും ഉൾപ്പെടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അംഗസംഖ്യ 132 ആയി. 1921 ജനുവരി 9 പ്രഥമ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സമ്മേളിച്ചു.
1935 മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലും ചേർന്ന് ദ്വിമണ്ഡല സംവിധാനം നിലവിൽ വന്നത്. 1937-39 കാലയളവിൽ മലബാറുകാരായ പാലോട്ട് രാമുണ്ണിമേനോൻ, കോങ്ങാട്ടിൽ രാമൻ മേനോൻ, CG വർക്കി തുടങ്ങിയവർ മദ്രാസ് മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കാൻ നിയമമുണ്ടായതിനെ തുടർന്ന് മലബാർ, തിരുക്കൊച്ചി എന്നിവ സംയോജിപ്പിച്ച് 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. 1956 മാർച്ച് 23 മുതൽ 1957 ഏപ്രിൽ 5 വരെ കേരളം രാഷ്ട്രപതി ഭരണത്തിൻ കീഴിലായിരുന്നു. 1957 ഏപ്രിൽ 1 ഒന്നാം കേരള നിയമസഭ രൂപീകൃതമായി. ഏപ്രിൽ 5 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലെത്തി. ഒന്നാം കേരള നിയമസഭയുടെ സ്പീക്കറായി R. ശങ്കരനാരായണൻ തമ്പി തിരഞ്ഞെടുക്കപ്പെട്ടു. 15ാം കേരള നിയമസഭ 2021 മെയ് 3 രൂപീകൃതമായി. പ്രഥമ സമ്മേളനം പ്രോട്ടം സ്പീക്കർ ശ്രീ PTA റഹീമിന്റെ അധ്യക്ഷതയിൽ മെയ് 24 തീയതി ചേരുകയും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. തൃത്താല മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ MB രാജേഷ് 15ാം കേരള നിയമസഭയുടെ സ്പീക്കറായി 2021 മെയ് 25 തിരഞ്ഞെടുക്കപ്പെട്ടു. അടൂർ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ചിറ്റയം ഗോപകുമാർ 15ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി 2021 ജൂൺ 1 തിരഞ്ഞെടുക്കപ്പെട്ടു. 2022 സെപ്റ്റംബർ 3 ശ്രീ MB രാജേഷ് സ്പീക്കർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് ഡെപ്യൂട്ടി സ്പീക്കറായ ശ്രീ ചിറ്റയം ഗോപകുമാർ സ്പീക്കർ ഇൻ ചാർജ് ചുമതല വഹിക്കുകയും തുടർന്ന് തലശ്ശേരി മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ AN ഷംസീർ 2022 സെപ്റ്റംബർ 12 15ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പതിനഞ്ചാം കേരള നിയമസഭയുടെ സഭാ നേതാവായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവായി ശ്രീ VD സതീശനും പ്രവർത്തിച്ചു വരുന്നു. ജനാധിപത്യ സമ്പ്രദായത്തിലെ പരമപ്രധാനമായ ഘടകമാണ് ജനപ്രതിനിധി സഭ. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്തെ ജനപ്രതിനിധി സഭയെ നിയമസഭ എന്നും പറയും. ഗവർണറും നിയമസഭാ അംഗങ്ങളും അടങ്ങിയതാണ് നമ്മുടെ നിയമനിർമ്മാണ മണ്ഡലമായ നിയമസഭ. ഭരണഘടനാ വ്യവസ്ഥകൾ, നിയമസഭയുടെ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങൾ, കീഴ്വഴക്കങ്ങൾ, സ്പീക്കർമാർ കാലാകാലങ്ങളിൽ നൽകുന്ന റൂളിങ്ങുകൾ, ഡയറക്ഷനുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭ പ്രവർത്തിക്കുന്നത്. ആദ്യ സമ്മേളനം ചേരുന്ന ദിവസം മുതൽ 5 വർഷമാണ് സഭയുടെ കാലാവധി. നിയമസഭയുടെ ഒരു സമ്മേളനം ആരംഭിച്ച് അത് പ്രൊറോഗ് ചെയ്യുന്നതുവരെ അഥവാ അവസാനിപ്പിക്കുന്നതുവരെയുള്ള കാലയളവാണ് ഒരു സെഷൻ. മന്ത്രിസഭയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഗവർണറാണ് നിയമസഭ വിളിച്ചുകൂട്ടുന്നത്. നിയമസഭാ സമ്മേളനം പ്രൊറോഗ് ചെയ്യുന്ന ചുമതലയും ഗവർണറിൽ നിക്ഷിപ്തമാണ്. ഭരണഘടനയുടെ 176(1) അനുച്ഛേദപ്രകാരം നിയമസഭയിലേക്കുള്ള ഓരോ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള ആദ്യ സമ്മേളനത്തിന്റെ തുടക്കത്തിലും പിന്നീടുള്ള ഓരോ വർഷത്തെയും ആദ്യത്തെ സമ്മേളനത്തിന്റെ തുടക്കത്തിലും
ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കേണ്ടത്. Chief Minister, Ministers, Leader of the Opposition and members, it's my honor and privilege to address the august body of representatives of the people of Kerala, marking the beginning of the 8th session of the 15th Kerala Legislative Assembly. സഭയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ജോലി സ്പീക്കറിൽ നിക്ഷിപ്തമാണ്. സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറോ ഓരോ സെഷന്റെയും പ്രാരംഭത്തിൽ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 അംഗ ചെയർമാൻമാരുടെ പാനലിൽ നിന്നുള്ള ഒരംഗമോ സഭാധ്യക്ഷന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം സഭയിലെ ആകെ അംഗങ്ങളുടെ 10-1 അഥവാ 10, ഇതിലേതാണ് കൂടുതൽ അതാണ് സഭയുടെ ക്വാറം. കേരള നിയമസഭയിലെ അംഗങ്ങൾ 140 ആയതിനാൽ ക്വാറം 14 നിജപ്പെടുത്തിയിരിക്കുന്നു. സഭാ അധ്യക്ഷനെ കൂടി ഉൾപ്പെടുത്തിയാണ് ക്വാറം കണക്കാക്കുന്നത്. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 2 മണിവരെയാണ് സഭാ സമ്മേളനം. ബിസിനസ് പൂർത്തീകരിക്കേണ്ട സാഹചര്യത്തിൽ പലപ്പോഴും സഭാ സമ്മേളനം 2 മണിക്ക് പിരിയാറില്ല. വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 12:30 മണി വരെയാണ് സഭ സമ്മേളിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ 12:30 വരെയുള്ള 2 മണിക്കൂർ സമയം അനൗദ്യോഗികാംഗങ്ങളുടെ ബില്ലുകൾ, പ്രമേയങ്ങൾ എന്നിവയ്ക്കായി നീക്കിവച്ചിരിക്കുന്നു. സാധാരണയായി ശനിയാഴ്ചയും ഞായറാഴ്ചയും മറ്റ് പൊതു അവധി ദിവസങ്ങളിലും സഭ ചേരാറില്ല. ഗവർണറുടെ പ്രസംഗം, ബജറ്റ് അവതരണം, പ്രധാന വ്യക്തികളുടെ നിര്യാണം സംബന്ധിച്ച റഫറൻസ് എന്നിവയ്ക്കായി നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ഒഴികെ മറ്റെല്ലാ ദിവസവും സഭാ സമ്മേളനം ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയിലൂടെയാണ്. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഗുഡ് മോർണിംഗ്. ഓർഡർ. ചോദ്യോത്തരം. ചോദ്യം നമ്പർ 1, ശ്രീ CH കുഞ്ഞമ്പു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ കിഫ്ബി വഴി നടപ്പിലാക്കുക എന്തായിരുന്നു മുൻ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം? സംസ്ഥാനത്ത് വൻകിട അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി റോഡുകൾ, പാലങ്ങൾ, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ള വിതരണം, ഇറിഗേഷൻ, ഗതാഗതം, ടൂറിസം, കായികം, ഊർജം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ആദ്യത്തെ 1 മണിക്കൂറാണ് ചോദ്യോത്തരവേള. അംഗങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കുവാനും എക്സിക്യൂട്ടീവിന് സഭയോടുള്ള അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താനുമുള്ള പ്രധാന ഉപാധിയാണ് ചോദ്യോത്തരവേള. ഭരണപരമായ കാര്യങ്ങളിൽ അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നതിനും പല കാര്യങ്ങളിലും ഉറപ്പുകൾ നേടുന്നതിനുമുള്ള ഒരായുധം കൂടിയാണ് ചോദ്യോത്തരവേള. 4 തരത്തിലുള്ള ചോദ്യങ്ങൾ നിയമസഭാ ചട്ടം വ്യവസ്ഥ ചെയ്യുന്നു. 1. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ. 2. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾ. 3. അടിയന്തര ചോദ്യങ്ങൾ. 4. അനൗദ്യോഗിക അംഗങ്ങളോടുള്ള ചോദ്യങ്ങൾ. ബന്ധപ്പെട്ട മന്ത്രി സഭയിൽ വാക്കാൽ മറുപടി പറയേണ്ടുന്ന ചോദ്യങ്ങളാണ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ. സ്ഥിതിവിവര കണക്കുകളോ പ്രാദേശികമോ വ്യക്തിപരമോ ആയ ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായി പരിഗണിക്കുന്നത്. ചോദ്യങ്ങൾക്ക് 10 പൂർണ്ണ ദിവസത്തെ നോട്ടീസ് ആവശ്യമുണ്ട്. എന്നാൽ അടിയന്തര സന്ദർഭങ്ങളിൽ ചട്ടപ്രകാരം നിർണയിച്ചിട്ടുള്ളതിൽ കുറഞ്ഞ കാലത്തെ നോട്ടീസോടുകൂടി ചോദ്യം ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്രകാരമുള്ള സാഹചര്യങ്ങളെ നേരിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അടിയന്തര ചോദ്യം. ഒരംഗത്തിന് ഒരു ദിവസം 3 നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ ഉൾപ്പെടെ പരമാവധി 7 ചോദ്യങ്ങൾക്ക് നോട്ടീസ് നൽകാം. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുടെ മുൻഗണന ബാലറ്റിലൂടെയാണ് നിശ്ചയിക്കുന്നത്. വാക്കാൽ മറുപടി പറയുന്നതിനായി
ഒരു ദിവസം 30 ചോദ്യങ്ങളാണ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു ചോദ്യം നക്ഷത്ര ചിഹ്നമിട്ടതോ അല്ലാത്തതോ എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം സ്പീക്കറിൽ നിക്ഷിപ്തമാണ്. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുടെ പട്ടികയിൽ ചേർത്തിട്ടുള്ള ക്രമമനുസരിച്ച് ഓരോ അംഗത്തെയും ചോദ്യം ഉന്നയിക്കുന്നതിന് സഭാധ്യക്ഷൻ ക്ഷണിക്കുന്നു. ചോദ്യം നമ്പർ 61 ശ്രീ എം പി ഗോവിന്ദൻ മാസ്റ്റർ, ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം, സാംസ്കാരികം, യുവജനകാര്യ വകുപ്പ് മന്ത്രി. സർ, തീരദേശത്ത് വേലിയേറ്റ രേഖയിൽ നിന്ന് 50 മീറ്റർ പരിധിക്കുള്ളിൽ അധിവസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും സുരക്ഷിത മേഖലയിൽ ഭവനമൊരുക്കി പുനരധിവസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. മറുപടി നൽകിയ ഏതെങ്കിലും പ്രശ്നം സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം തേടുന്നതിനായി സഭാധ്യക്ഷന്റെ അനുമതിയോടെ ഏതൊരംഗത്തിനും ഉപചോദ്യമുന്നയിക്കാവുന്നതാണ്. ഒന്നിലധികം അംഗങ്ങളുടെ പേരിലാണ് ചോദ്യമെങ്കിൽ മുൻഗണന ലഭിച്ച ആദ്യ അംഗത്തിന് 2 ഉപചോദ്യങ്ങളും മറ്റുള്ളവർക്ക് ഓരോ ഉപചോദ്യവും ചോദിക്കാവുന്നതാണ്. ശ്രീ പി വി ശ്രീനിജിൻ. സർ, പൊതുപരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന പ്രോത്സാഹന പദ്ധതിയുടെ തുക ഉയർത്തിയത് ഏത് വർഷമാണ്? അങ്ങനെ ഉയർത്തിയിട്ടില്ലെങ്കിൽ അത് ഉയർത്തുന്നതിനാണ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. സർ, പൊതുപരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രോത്സാഹന സമ്മാന പദ്ധതിയുടെ തുക അവസാനമായി ഉയർത്തിയിട്ട് 3 വർഷമായി. അതിപ്പോൾ 80% മുതൽ 100% വരെ മാർക്ക് വിവിധ വിഷയങ്ങളിൽ നേടുന്ന കുട്ടികൾക്ക് വിവിധ കോഴ്സുകൾക്ക് 4000 മുതൽ 12000 രൂപ വരെ പ്രോത്സാഹന സമ്മാനം നൽകുന്നുണ്ട്. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം കാര്യവിവര പട്ടികയിലെ ചട്ടപ്പടിയിലുള്ള കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള സമയമാണ് ശൂന്യവേള അഥവാ 0 അവർ. അടിയന്തര സ്വഭാവമുള്ള കാര്യങ്ങൾ യഥാസമയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാൻ കഴിയും എന്നതാണ് ശൂന്യവേളയുടെ മേന്മ. കേരള നിയമസഭയിൽ ശൂന്യവേള 10 മണി മുതൽ 11 മണി വരെയാണ്. പൊതു പ്രാധാന്യമർഹിക്കുന്നതും അടിയന്തര സ്വഭാവത്തോടു കൂടിയതുമായ ഒരു പ്രശ്നം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്ത് സഭ പിരിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അംഗങ്ങൾക്ക് നോട്ടീസ് നൽകാവുന്നതാണ്. ഇപ്രകാരം നൽകുന്ന നോട്ടീസിനെ അടിയന്തര പ്രമേയ നോട്ടീസ് എന്നും പറയും. ഗവൺമെന്റിനെ സെൻഷ്വർ ചെയ്യുവാനുള്ള മൂർച്ചയേറിയ ഒരായുധമായാണ് അടിയന്തര പ്രമേയത്തെ ഉപയോഗിക്കുന്നത്. പ്രതിപക്ഷമാണ് ഇക്കാര്യത്തിനുള്ള നോട്ടീസ് നൽകുന്നത്. സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിലോ സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലോ ഉണ്ടായിട്ടുള്ള ഗൗരവമേറിയ സംഭവമായിരിക്കണം അടിയന്തര പ്രമേയ നോട്ടീസിന് ആധാരമായ വിഷയം. ഇതിനുള്ള നോട്ടീസ് പ്രമേയം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ദിവസം സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് സ്പീക്കർക്കും ബന്ധപ്പെട്ട മന്ത്രിക്കും നൽകേണ്ടതാണ്. ഉന്നയിക്കപ്പെട്ട വിഷയം സ്വീകാര്യമല്ല എന്നുണ്ടെങ്കിൽ സഭയുടെ അറിവോടുകൂടിയോ അല്ലാതെയോ സ്പീക്കർക്ക് നിരാകരിക്കാവുന്നതാണ്. വിഷയത്തിന്മേൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെന്ന് സ്പീക്കർക്ക് തോന്നുന്ന പക്ഷം അവസരം അംഗത്തിനും ബന്ധപ്പെട്ട മന്ത്രിക്കും നൽകും. താനൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത താമിർ ജിഫ്രി എന്ന യുവാവ് കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്ന് ജനങ്ങളിൽ ആശങ്കയും പ്രതിഷേധവും ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ എൻ ഷംസുദ്ദീൻ, കെ ബാബു, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ രമ, ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, 1/8/2023 മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് 5 പേരെ താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരുടെ പക്കൽ നിന്നും MDMA പിടിച്ചെടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ ക്രൈം നമ്പർ 855/2023 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. നിലവിൽ ഈ കേസും ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. രണ്ടുപേരുടെയും വാദപ്രതിവാദങ്ങൾ കേട്ടതിന് ശേഷം സ്പീക്കർ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിക്കുകയോ പ്രശ്നത്തിന്റെ ഗൗരവവും അടിയന്തര പ്രാധാന്യവും കണക്കിലെടുത്ത് അനുമതി നൽകുകയോ ചെയ്യും. പ്രമേയത്തിന് അനുമതി നൽകുന്നതിൽ ആക്ഷേപമുണ്ടെങ്കിൽ 15-ൽ കുറയാത്ത അംഗങ്ങൾ അനുകൂലിക്കുന്ന പക്ഷം
അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകും. അനുമതി ലഭിച്ചാൽ സഭ ഇപ്പോൾ നിർത്തിവെക്കുന്നു എന്ന പ്രമേയം ഉച്ചയ്ക്ക് 1 മണിക്കോ സ്പീക്കർ നിർദ്ദേശിക്കുന്ന അതിനു മുമ്പുള്ള സമയത്തോ പരിഗണനയ്ക്കെടുക്കുന്നതാണ്. മതിയായ ചർച്ച നടന്നു എന്ന് സ്പീക്കർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കോ അഥവാ ചർച്ച ആരംഭിച്ച ശേഷം 2 മണിക്കൂർ കഴിഞ്ഞോ പ്രമേയം സഭയുടെ വോട്ടിനിടുന്നതുമാണ്. അടിയന്തര പ്രാധാന്യമുള്ള സംഗതികൾ ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കാണുന്നതിന് നിയമസഭാ അംഗങ്ങൾക്ക് ലഭ്യമായ ഫലപ്രദമായ ഉപാധിയാണ് ശ്രദ്ധ ക്ഷണിക്കൽ. ഓർഡർ. കോളിംഗ് അറ്റൻഷൻ. ശ്രീ എം വിജിൻ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ അടിയന്തര പ്രാധാന്യമർഹിക്കുന്നവ സഭയിൽ അവതരിപ്പിച്ച് സമയബന്ധിതമായി പരിഹാരം കണ്ടെത്തുവാൻ മന്ത്രിമാരല്ലാത്ത അംഗങ്ങൾക്ക് അവസരം നൽകുന്ന ഒന്നാണ് ശ്രദ്ധ ക്ഷണിക്കൽ അഥവാ കോളിംഗ് അറ്റൻഷൻ. ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിക്കുന്നതിന് സ്പീക്കറുടെ മുൻകൂട്ടിയുള്ള അനുവാദം അനിവാര്യമാണ്. ശൂന്യവേളയിൽ സ്പീക്കർ പേര് വിളിക്കുന്ന സമയത്ത് പ്രശ്നം ഉന്നയിക്കുന്ന അംഗം പ്രശ്നം കാര്യമാത്ര പ്രസക്തമായി അവതരിപ്പിക്കുന്നതും ബന്ധപ്പെട്ട മന്ത്രി അതിന് ചുരുക്കത്തിൽ മറുപടി പറയുന്നതുമാണ്. സർ, +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗം വിജിൻ നന്നായി തന്നെ പഠനം നടത്തിയാണ് ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ +1 പ്രവേശനത്തിനായി മുഖ്യഘട്ടത്തിൽ ലഭിച്ച 4,60,147 അപേക്ഷകളാണ്. അതിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള അപേക്ഷയും ഉണ്ടായിരുന്നു സാർ. അത് 42,602 അത് ഒഴിവാക്കിയാൽ 4,17,545 അപേക്ഷയാണ് നമുക്ക് പ്രവേശനം കൊടുക്കേണ്ടി വരുന്നത്. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അംഗത്തിന് സ്പീക്കറുടെ അനുമതിയോടുകൂടി ഒരു ചോദ്യം കൂടി ചോദിക്കുവാനുള്ള അവകാശമുണ്ട്. പ്രതിദിനം 2 ശ്രദ്ധ ക്ഷണിക്കൽ നോട്ടീസുകളാണ് നമ്മുടെ സഭയിൽ അനുവദിക്കുന്നത്. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഓരോ നോട്ടീസുകളാണ് ഒരു കീഴ്വഴക്കമായി ഇപ്പോൾ അനുവദിച്ചു വരുന്നത്. പരിമിതപ്പെടുത്തിയ നടപടിയുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനും പരിഹരിക്കാനുമുള്ള അഭ്യർത്ഥനയോടെയാണ് സാർ ഈ ശ്രദ്ധ ക്ഷണിക്കൽ. ചട്ടം 304 പ്രകാരമാണ് സബ്മിഷനുകൾ അനുവദിക്കുന്നത്. അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയോജക മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങളും പൊതുപ്രശ്നങ്ങളും സഭയുടെ മുന്നിൽ കൊണ്ടുവരാനുള്ള സുവർണ അവസരമാണിത്. കുറ്റവാളികളെ കണ്ടെത്താൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. സർ, ഞാൻ അതിലെ അടിക്കുറിപ്പിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹത്തെ പോലെ കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ പടനായകനായിരുന്ന ഒരാളെ അവഹേളിക്കുന്ന തരത്തിലുള്ളൊരു ചിത്രവും അതിലെ അടിക്കുറിപ്പും. നോട്ടീസ് നൽകിയ അംഗം വിഷയം സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാലുടൻ ബന്ധപ്പെട്ട മന്ത്രി അത് സംബന്ധിച്ച ഒരു മറുപടി നൽകുകയും വിശദാംശങ്ങളുണ്ടെങ്കിൽ അവ മേശപ്പുറത്ത് വയ്ക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 153 പ്രകാരം തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 620/2023 എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 1415/2023 പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമ നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ്. ഒരു ദിവസം ഉന്നയിക്കാവുന്ന സബ്മിഷനുകളുടെ എണ്ണം വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പരമാവധി 10 എണ്ണമായും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 4 എണ്ണമായും നിജപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റിന് ഏതെങ്കിലും കാര്യത്തെ സംബന്ധിച്ച് ഒരു നിയമം നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടായാൽ അക്കാര്യം സംബന്ധിച്ച് നിയമവകുപ്പുമായി ആലോചിച്ച് അനന്തര നടപടികൾ സ്വീകരിക്കുന്നു. നിയമനിർമ്മാണത്തിനായുള്ള ബന്ധപ്പെട്ട വകുപ്പിൻ്റെ പ്രപ്പോസൽ വകുപ്പ് മന്ത്രി, നിയമവകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി എന്നിവരുടെ അനുമതി ലഭിച്ച ശേഷം നിയമത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കുന്നതിനായി നിയമവകുപ്പിന് കൈമാറുന്നു. ഒരു നിയമത്തിൻ്റെ കരട് രൂപത്തെ ബിൽ എന്ന് വിളിക്കുന്നു. നിയമവകുപ്പ് തയ്യാറാക്കുന്ന കരട് ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച ശേഷം
അതിൻ്റെ പകർപ്പ് നിയമവകുപ്പ് നിയമസഭാ സെക്രട്ടറിക്ക് അയച്ചുകൊടുക്കും. തുടർന്ന് ബിൽ അസാധാരണ ഗസറ്റായി നിയമസഭാ സെക്രട്ടേറിയറ്റ് പ്രസിദ്ധീകരിക്കും. ഇപ്രകാരം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ വീണ്ടും സഭയുടെ അനുമതി തേടേണ്ടതില്ല. നിയമസഭയിൽ ആരാണ് ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലുകളെ ഗവൺമെന്റ് ബില്ലുകളെന്നും മന്ത്രിമാരല്ലാത്ത അംഗങ്ങൾ നോട്ടീസ് നൽകുന്ന ബില്ലുകളെ അനൗദ്യോഗിക അംഗങ്ങളുടെ ബില്ലുകളെന്നും തരംതിരിച്ചിരിക്കുന്നു. അനൗദ്യോഗിക ബില്ല് അവതരിപ്പിക്കുന്നതിന് സഭയുടെ മുൻകൂട്ടിയുള്ള അനുമതി ആവശ്യമാണ്. ശീർഷകം, പീഠിക, നിയമപ്രഖ്യാപന വാക്യം, ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം, നിർവചനം എന്നീ ഭാഗങ്ങളോടുകൂടിയാണ് ഒരു ബിൽ തുടങ്ങുക. നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഭാഗമാണ് ബില്ലിൻ്റെ കാതലായ അംശം. ഇതിനെ വകുപ്പുകളായും ഉപവകുപ്പുകളായും തിരിക്കാറുണ്ട്. പ്രധാന വകുപ്പുകൾ കഴിഞ്ഞാൽ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ അധികാരം നൽകുന്ന വകുപ്പ്, റദ്ദാക്കലും ഒഴിവാക്കലും സംബന്ധിച്ച വ്യവസ്ഥ, പട്ടിക എന്നിവ ബില്ലിൽ കാണാം. ഒരു ബില്ലിൻ്റെ അനുബന്ധമായി ഉദ്ദേശ്യ കാരണങ്ങളുടെ വിവരണം, ധനകാര്യ മെമ്മോറാണ്ടം, ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണ അധികാരം സംബന്ധിച്ച മെമ്മോറാണ്ടം, വലിയ ബില്ലുകളാണെങ്കിൽ വകുപ്പുകൾ സംബന്ധിച്ച കുറിപ്പ്, ഭേദഗതി നിയമമാണെങ്കിൽ മാതൃനിയമത്തിൻ്റെ പ്രസക്തമായ ഭാഗം എന്നിവ കൂടി ഉണ്ടായിരിക്കും. ബിൽ സഭയിൽ പാസാക്കുന്നത് 3 വായനയിൽ കൂടിയാണ്. നേരത്തെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കാത്ത ബില്ലുകളും അനൗദ്യോഗിക ബില്ലുകളും മുൻകൂട്ടി സഭയുടെ അനുവാദം വാങ്ങിയും മറ്റുള്ളവ അല്ലാതെയുമാണ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ബിൽ അവതരിപ്പിക്കുന്നു എന്ന് സ്പീക്കർ പ്രഖ്യാപിക്കുന്നതോടുകൂടി ബില്ലിൻ്റെ 1-ാം വായന കഴിയും. ഈ പ്രഖ്യാപനത്തെ തുടർന്ന് ബിൽ പരിഗണനയ്ക്കെടുക്കുമെന്നോ വിശദ പരിശോധനയ്ക്കായി ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്കോ സെലക്ട് കമ്മിറ്റിക്കോ അയക്കണമെന്നോ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്നോ ഉള്ള ഏതെങ്കിലും ഒരു ഉപക്ഷേപം അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി ഒരു പൊതു ചർച്ചയ്ക്ക് ആരംഭം കുറിക്കുന്നതോടുകൂടി ബില്ലിൻ്റെ 2-ാം വായന ആരംഭിക്കുന്നു. ഇതിന് 2 ഘട്ടങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ ബില്ലിനെപ്പറ്റിയും അതിലെ വകുപ്പുകളെപ്പറ്റിയും പൊതുവായ ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഈ സമയത്ത് ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്കോ സെലക്ട് കമ്മിറ്റിക്കോ വിടുന്നതിനോ പൊതുജനാഭിപ്രായത്തിനായി സർക്കുലേറ്റ് ചെയ്യുന്നതിനോ കഴിയും. അതിനുശേഷം കമ്മിറ്റിക്കയച്ച ബില്ലുകളുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമോ പൊതുജനാഭിപ്രായം ആരായുന്നതിനയച്ച ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങളും കിട്ടിയതിനു ശേഷമോ അത് സഭയിൽ സമർപ്പിച്ച ശേഷം ബില്ലുകളിലെ വകുപ്പുകളിന്മേലുള്ള ഭേദഗതികൾ സമർപ്പിക്കാൻ അംഗങ്ങൾക്ക് സമയം നൽകുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഭേദഗതികൾ വകുപ്പ് തിരിച്ച് ക്രോഡീകരിച്ച് ലിസ്റ്റായി അച്ചടിച്ച് അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബില്ലിൻ്റെ വകുപ്പ് തിരിച്ചുള്ള പരിഗണന തുടങ്ങുന്നത്. ഇതാണ് ബില്ലിൻ്റെ 2-ാം വായനയുടെ 2-ാം ഘട്ടം. ഈ ഘട്ടത്തിൽ 2-ാം വകുപ്പ് മുതലുള്ള ഓരോ വകുപ്പും പ്രത്യേകം പരിഗണിച്ച് സഭ പാസാക്കുന്നു. അവസാനമായി മാത്രമേ 1-ാം വകുപ്പും പീഠികയും പേരും സഭ പരിഗണിക്കുകയുള്ളൂ. വകുപ്പ് തിരിച്ചുള്ള പരിഗണനയ്ക്കു ശേഷം 3-ാം വായന എന്ന അവസാന ഘട്ടത്തിൽ ബില്ലിൻ്റെ ചുമതലയുള്ള മന്ത്രി ബിൽ അന്തിമമായി പാസാക്കണമെന്നഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഉപക്ഷേപം കൊണ്ടുവരുന്നു. 3-ാം വായനയിൽ ബില്ലിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഉള്ള വാദപ്രതിവാദത്തിൽ ചർച്ച ഒതുങ്ങി നിൽക്കുന്നു. കക്ഷി നേതാക്കന്മാരാണ് ബില്ലിൻ്റെ 3-ാം വായന ചർച്ചയിൽ സാധാരണ പങ്കെടുക്കുന്നത്. 3-ാം വായനയ്ക്കു ശേഷം ബില്ല് വോട്ടിനിട്ട് അന്തിമമായി പാസാക്കുന്നതോടുകൂടി നിയമസഭയിൽ ബില്ലിൻ്റെ പരിഗണന പൂർത്തിയാകുന്നു. സഭ പാസാക്കിയ ബില്ലിൻ്റെ സൈൻ മാനുവൽ തയ്യാറാക്കി നിയമസഭ പാസാക്കിയ ബില്ലാണെന്ന സ്പീക്കറുടെ സർട്ടിഫിക്കറ്റോടുകൂടി നിയമവകുപ്പിന് കൈമാറുന്നു. ഇത് ബന്ധപ്പെട്ട മന്ത്രി, നിയമവകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർ കണ്ട ശേഷം ഗവർണറുടെ അനുമതിക്കായി അയക്കുന്നു. അനുമതി കിട്ടിയാൽ ഉടൻ അത് ആക്റ്റായി സാധാരണ ഗസറ്റിൽ നിയമവകുപ്പ് പ്രസിദ്ധീകരിക്കുന്നു.
നിയമസഭാ നടപടികൾ പൊതുജനങ്ങൾക്ക് വീക്ഷിക്കുന്നതിനു വേണ്ടി സ്പീക്കേഴ്സ് ഗാലറി, 3 പബ്ലിക് ഗാലറികൾ, വനിതാ സന്ദർശകർക്ക് മാത്രമുള്ള ഗാലറി എന്നിവയും കൂടാതെ നിയമസഭാ ജീവനക്കാർക്കുള്ള ഗാലറി, പ്രസ് ഗാലറികൾ, ഓഫീസേഴ്സ് ഗാലറി, വിശിഷ്ട വ്യക്തികൾക്കുള്ള ഗാലറി എന്നിവയും നിയമസഭാ ഹാളിൽ സജ്ജമാണ്. 15ാം കേരള നിയമസഭയിൽ 14 സബ്ജക്റ്റ് കമ്മിറ്റികൾ ഉൾപ്പെടെ 37 നിയമസഭാ സമിതികളാണ് നിലവിലുള്ളത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച സമിതി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് കമ്മിറ്റി തുടങ്ങിയ ധനകാര്യ സമിതികളും പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച സമിതി, സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം സംബന്ധിച്ച സമിതി, പരിസ്ഥിതി സംബന്ധിച്ച സമിതി, മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമം സംബന്ധിച്ച സമിതി, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം സംബന്ധിച്ച സമിതി, പ്രവാസി മലയാളികളുടെ ക്ഷേമം സംബന്ധിച്ച സമിതി, യുവജനക്ഷേമവും യുവജനകാര്യവും സംബന്ധിച്ച സമിതി തുടങ്ങിയ ക്ഷേമ സമിതികളും അവയിൽ ചിലതാണ്. ഈ സമിതികൾ യോഗം ചേരുകയും പരിഗണിക്കുന്ന വിഷയങ്ങളും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് ശുപാർശകൾ സമർപ്പിക്കുകയും ചെയ്തു വരുന്നു. അതോടൊപ്പം പല സമിതികളും ജില്ലാ ആസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ യോഗം ചേരുകയും പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും തെളിവെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നു. കൂടാതെ പ്രത്യേക ഘട്ടങ്ങളിൽ സ്ഥാപനങ്ങളിൽ പഠന പരിശോധനകളും സന്ദർശനങ്ങളും നടത്താൻ ഈ സമിതികൾക്ക് അധികാരവുമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓരോ സാമ്പത്തിക വർഷത്തെയും സംബന്ധിച്ച മതിപ്പ് വരവ് ചെലവുകളുടെ വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് ഗവർണർ നിശ്ചയിക്കുന്ന ദിവസം സഭയിൽ ധനകാര്യ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി അവതരിപ്പിക്കുന്നു. ഉപധനാഭ്യർത്ഥനകളുടെ അന്തിമ സ്റ്റേറ്റ്മെൻറ്റും കേരള അടിസ്ഥാന സൗകര്യ നിക്ഷേപ നിധി ബോർഡിൻ്റെ 2021-22 സാമ്പത്തിക വർഷത്തെ ഫിഡിലിറ്റി സർട്ടിഫിക്കറ്റ്, ആനുവൽ റിപ്പോർട്ട് എന്നിവയും ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം അതിന്മേൽ യാതൊരു ചർച്ചയും നടത്താൻ പാടില്ല. ബജറ്റ് അവതരണത്തിന് ശേഷം അടുത്ത 3 ദിവസങ്ങളിൽ ബജറ്റിനെ സംബന്ധിച്ച പൊതു ചർച്ച നടക്കുന്നു. സാധാരണയായി ഡെപ്യൂട്ടി സ്പീക്കറാണ് ചർച്ച തുടങ്ങിവെക്കുന്നത്. ഈ ഘട്ടത്തിൽ ബജറ്റ് വോട്ടിനിടുകയോ പാസാക്കുകയോ ചെയ്യുന്നില്ല. പൊതുചർച്ചയുടെ അവസാനം ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ ബന്ധപ്പെട്ട സബ്ജക്റ്റ് കമ്മിറ്റികളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും റിപ്പോർട്ടിനും വേണ്ടി അയക്കുന്നു. വിവിധ സബ്ജക്റ്റ് കമ്മിറ്റികൾ ധനാഭ്യർത്ഥനകൾ വിശദമായി പഠിച്ച് സഭയ്ക്ക് റിപ്പോർട്ട് നൽകുന്നു. തുടർന്ന് സാധാരണഗതിയിൽ 13 ദിവസത്തെ വിശദമായ ചർച്ചയ്ക്കും വോട്ടെടുപ്പിനും ശേഷം ധനാഭ്യർത്ഥനകൾ പാസാക്കുന്നു. മാർച്ച് മാസത്തിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് സമ്പൂർണ്ണമായി പാസാക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പുതിയ സാമ്പത്തിക വർഷത്തെ ആദ്യ ഏതാനും മാസങ്ങളിലെ ചെലവുകൾ നിർവഹിക്കുന്നതിനായി ആവശ്യമുള്ള തുക അനുവദിക്കണമെന്ന ധനാഭ്യർത്ഥനകൾ ഉൾപ്പെടുന്നതാണ് ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന വോട്ട് ഓൺ അക്കൗണ്ട്. വോട്ട് ഓൺ അക്കൗണ്ട് സബ്ജക്റ്റ് കമ്മിറ്റികൾക്ക് അയക്കാതെ തന്നെ പാസാക്കുന്നതാണ് സഭയുടെ നടപടിക്രമം. ധനാഭ്യർത്ഥനകൾ പാസായ ശേഷം ഇതിന് നിയമപ്രാബല്യം വരുവാനായി ധനവിനിയോഗ ബിൽ അവതരിപ്പിച്ച് പാസാക്കുന്നു. തുടർന്ന് ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്ക് നിയമപ്രാബല്യം നൽകുന്നതിനായി ധനകാര്യ ബിൽ സഭയിൽ അവതരിപ്പിച്ച് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ശേഷം സഭ പാസാക്കുന്നു. കേരള നിയമസഭയുടെ നടപടിക്രമവും കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഭരണനിർവഹണവും പൂർണ്ണമായും കടലാസുരഹിതമാക്കുന്ന ഈ നിയമസഭാ പദ്ധതി 14ാം കേരള നിയമസഭയുടെ 18ാം സമ്മേളനത്തിൽ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സോഫ്റ്റ് ലോഞ്ച് ചെയ്തു. ഈ നിയമസഭാ പദ്ധതി ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിയമസഭയുടെ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും സംബന്ധിച്ച് ആധികാരികമായ അറിവ് ഉണ്ടായിരിക്കേണ്ടത് ജനപ്രതിനിധികൾക്കും നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്കും അവരുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് ഒഴിവാക്കാനാവാത്തതാണ്. ഈ ദിശയിലുള്ള കേരള നിയമസഭയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ പാർലമെൻ്ററി പഠന പരിശീലന കേന്ദ്രം രൂപീകരിച്ചത്. കേരള നിയമസഭയുടെ ദൃശ്യ ശ്രാവ്യ സംരംഭമായ
സഭാ TV-യുടെ പ്രവർത്തനങ്ങളുടെ നിർവഹണത്തിനും ഏകോപനത്തിനുമായാണ് സഭാ TV വിഭാഗം രൂപീകരിച്ചത്. CPST സഭാ TV വിഭാഗങ്ങളുടെ പ്രവർത്തനം സംയോജിപ്പിച്ച് നിലവിൽ KLAMS അഥവാ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡി സെന്റർ രൂപീകരിച്ചു. CPST വിഭാഗത്തെ KLAMS PS എന്നും സഭാ TV വിഭാഗത്തെ KLAMS മീഡിയ വിഭാഗമെന്നും പുനർനാമകരണം ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ ലൈബ്രറിയായ നിയമസഭാ ലൈബ്രറി മുഖ്യമായും നിയമസഭാ സാമാജികരുടെ വൈജ്ഞാനിക ആവശ്യങ്ങൾക്കായി രൂപം നൽകിയിട്ടുള്ളതാണ്. വിവിധ വിഷയങ്ങളിലായി 1,00,000-ലധികം പുസ്തകങ്ങൾക്ക് പുറമെ വിവിധ കമ്മിറ്റികളുടെയും കമ്മീഷനുകളുടെയും റിപ്പോർട്ടുകൾ, ഗസറ്റുകൾ, രാജകീയ വിളംബരങ്ങൾ, തിരുവിതാംകൂർ, കൊച്ചി, കേരള നിയമനിർമ്മാണ സഭകളുടെ നടപടികൾ, കേരളത്തെ സംബന്ധിച്ച പ്രസിദ്ധീകരണങ്ങൾ, സുവനീറുകൾ എന്നിവ പ്രത്യേക വിഭാഗങ്ങളിലായി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. കേരള നിയമസഭയുടെ സുവർണ ജൂബിലി ആഘോഷിച്ച 2016 ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട കേരള നിയമസഭ സുവർണ ജൂബിലി മ്യൂസിയത്തിൽ നിയമനിർമ്മാണ സഭകളുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട രേഖകളും വസ്തുക്കളും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ജനായത്ത കേരളത്തിൻ്റെ പൈതൃക സ്മൃതികൾ സൂക്ഷിക്കുന്ന അപൂർവ കലവറയാണ് നിയമസഭാ മ്യൂസിയം. കേരള സംസ്ഥാന രൂപീകരണത്തിനു മുൻപും പിൻപുമുള്ള നിയമനിർമ്മാണ സഭകളെക്കുറിച്ചും സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ചും സാമാജികരെക്കുറിച്ചും കൂടാതെ ദേശീയ സ്വാതന്ത്ര്യത്തിനും രാഷ്ട്ര പുനർനിർമ്മാണത്തിനും സ്വയം സമർപ്പിക്കുകയും സമൂഹത്തിൻ്റെ സമഗ്ര പുരോഗതിക്കും നവോത്ഥാനത്തിനും വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത ജനനായകരെക്കുറിച്ചും കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും പ്രയോജനകരവും ഉപകാരപ്രദവുമാണ് നിയമസഭാ മ്യൂസിയം. ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികാഘോഷമായ ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി നിയമസഭാ മ്യൂസിയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫോട്ടോ, വീഡിയോ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു.